നമസ്കാരം. ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2025 സെപ്റ്റംബർ 24 തീയതി നമ്മൾ നവരാത്രിയുടെ 3ാമത്തെ ദിവസമായി ആചരിക്കുന്നു. അന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം എന്ന് പറയുന്നത് ചന്ദ്രഘണ്ഠാ ദേവിയാണ്. ഈ രൂപത്തിലുള്ള ഭഗവതിയെ സാധാരണ മലയാളികൾക്കത്ര പരിചയമുണ്ടാകണമെന്നില്ല. എന്നാൽ ഉത്തരേന്ത്യയിൽ പല ക്ഷേത്രങ്ങളിലും ഭഗവതിയുടെ ഈ രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശ്രീ പാർവതീദേവി തന്നെയാണ് ചന്ദ്രഘണ്ഠാ ദേവി. പാർവതീദേവിയുടെ വിവാഹ രൂപമാണ് ചന്ദ്രഘണ്ഠ. മഹാദേവനെ വിവാഹം കഴിച്ച ശേഷം മഹാഗൗരി തൻ്റെ നെറ്റിയിൽ പകുതി ചന്ദ്രനെ കൊണ്ട് അലങ്കരിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ നാമം ഭഗവതിക്ക് സിദ്ധിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ദേവി കടുവയുടെ പുറത്താണ് ഇരിക്കുന്നത്. ദേവിയുടെ നെറ്റിയിലെ അർദ്ധചന്ദ്രൻ ഖണ്ഡരൂപത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രഘണ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേവിക്ക് 10 കൈകളാണ് ഉള്ളത്. ദേവി തൻ്റെ ഇടതുവശത്തെ 4 കൈകളിൽ ഒന്നിൽ ത്രിശൂലം, ഗദ, വാൾ, കമണ്ഡലു എന്നിവ ധരിച്ചിരിക്കുന്നു. ഇനി വലതുവശത്തെ കൈയിൽ താമരപ്പൂവ്, അമ്പ്, ധനുസ്, ജപമാല എന്നിവ ധരിച്ചിരിക്കുന്നു. മറ്റൊരു ഇടതു കൈയിൽ വരദമുദ്രയും വലതു കൈയിൽ അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു. ഇതാണ് ദേവിയുടെ രൂപം. പാർവതീ ദേവിയുടെ ഈ രൂപം ശാന്തിയും മോക്ഷവുമാണ് പ്രദാനം ചെയ്യുന്നത്. ഈ രൂപത്തിൽ ദേവി തൻ്റെ എല്ലാ ആയുധങ്ങളുമായി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. നെറ്റിയിലെ ചന്ദ്രമണിയുടെ ശബ്ദം എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. ശുക്രഗ്രഹത്തെ ഭരിക്കുന്ന ദേവിയാണ് ചന്ദ്രഘണ്ഠാ ദേവി. അതിനാൽ ശുക്രദശാ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, ജാതകത്തിൽ ശുക്രൻ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആളുകളും എല്ലാവരും തന്നെ ഭഗവതിയുടെ ഈ രൂപത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമുണ്ടാകുന്നതാണ്. ഇന്നേ ദിവസം ഉപയോഗിക്കേണ്ട നിറം എന്തെന്നാൽ നീലയാണ്. ഇന്നേ ദിവസം ഈ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇന്നേ ദിവസം ഭഗവതിക്ക് സമർപ്പിക്കേണ്ട നൈവേദ്യം ശർക്കര പായസമാണ്. ദേവിക്ക് സമർപ്പിക്കേണ്ട പുഷ്പം പിങ്കു നിറത്തിലുള്ള താമരപ്പൂക്കളാണ്. ജപിക്കേണ്ട മന്ത്രം എന്തെന്നാൽ പിണ്ടച പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്രകൈർയുധ പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുതം. ഈ നാമം 9 തവണ ചൊല്ലുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഓം ചന്ദ്രഘണ്ഠായേ നമഃ എന്ന് നിരന്തരം ജപിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമാണ്. ഭാഗ്യദായിനിയാണ് ഭഗവതി. ഭാഗ്യം സിദ്ധിക്കുന്നതിനായി, ഐശ്വര്യം വർദ്ധിക്കുന്നതിനായി, സമ്പത്ത് ലഭിക്കുന്നതിനായും ജീവിതത്തിൽ അഭിലാഷ പൂർത്തീകരണത്തിനായുമൊക്കെ ഭഗവതിയെ പ്രാർത്ഥിക്കാം. സർവ ഐശ്വര്യപ്രദായിനിയാണ് ഭഗവതി. അതുകൊണ്ട് തന്നെ എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ദേവിയെ ചന്ദ്രഘണ്ഠാ രൂപത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരിലും ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞൊഴുകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഭക്തിപൂർണമായ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.